ഫ്രണ്ട്സ്, അങ്ങനെ സൺഡേ ആയിട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരാഴ്ചത്തെ മുഖത്തുള്ള മുഖം നല്ല ക്ഷീണിച്ച് വെയിലൊക്കെ കൊണ്ടുകൊണ്ട് ടാനൊക്കെ അടിച്ചിരിക്കുമ്പം നമുക്ക് എല്ലാ ആഴ്ചയിലും ചെയ്യാൻ പറ്റിയ ഒരു റുട്ടീനാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു റുട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എലമെൻസിൻ്റെ ഫേസ് വാഷാണ്. അത് യൂസ് ചെയ്തിട്ട് ഞാൻ മുഖം കഴുകുന്നുണ്ട്. അങ്ങനെ ഒരു റേഡിയൻറ്റ് ഗ്ലോ ആണ്, എല്ലാ സ്കിൻ ടൈപ്പും ആണ്. അങ്ങനെ അതിനകത്ത് തന്നെ നമുക്ക് അത് കയ്യിലെടുക്കുമ്പോൾ തന്നെ കാണാം, അതിൽ ചെറിയ ബ്ലൂ ഇത് അതുകൊണ്ട് ഒരു ഡോട്ട് പോലെ, ഒരു മിനുക്കം പോലെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അത് മുഖത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ്സ് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അത് മസാജ് ചെയ്തൊക്കെ നല്ല അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇത് ഏത് ഫേസ് വാഷ് ആണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എലമെൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റും കൂടിയാണ്. ഇപ്പോൾ എലമെൻസിൻ്റെ തന്നെയാണ് ക്രീമും ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഓൺലൈനിൽ നിന്നാണ് തോന്നുന്നു മേടിക്കുന്നത്. അങ്ങനെ അത് ഞാൻ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഫേസിനെ എങ്ങനെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിലായിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ. അങ്ങനെ നിങ്ങളുടെ ഇതിപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏത് ഫേസ് വാഷ് ആയാലും അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് മുഖം ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു 2-3 മിനിറ്റ്സ് ഇത് നന്നായിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കഴുകി കളയാം. അത്രയും സമയം നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇതിൽ 2 ടൈമിൽ യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് കുളിക്കുമ്പോൾ രാവിലെയും അങ്ങനെ രാവിലെയും വൈകിട്ടുമാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് കഴുകി കളഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു സ്ക്രബിലോട്ടാണ് പോകുന്നത്. അങ്ങനെ കഴുകി കളയുമ്പോൾ തന്നെ നമുക്കതിൽ വരുന്ന വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് കാണാൻ പറ്റുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു മുഖത്ത് വന്നിട്ടുള്ള എന്താ പറയുക, ഒരു വാട്ടമൊക്കെ മാറിയിട്ടുണ്ട്, നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. അങ്ങനെ അങ്ങനെ അത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒരു സ്ക്രബാണ് നമ്മുടെ തക്കാളിയുടെ പകുതി, പിന്നെ കുറച്ച് പഞ്ചസാരയും. ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കൊരു ഇത് കാണുമല്ലോ എത്ര എടുക്കണോ, അങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ട് മുഖത്തിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് എത്ര മിനിറ്റെന്നൊന്നുമില്ല ആ പഞ്ചസാര അലിയാൻ. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു 8-9 മിനിറ്റ് 10 മിനിറ്റൊക്കെ മിനിമം എടുത്ത് കാണും. അങ്ങനെ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ പഞ്ചസാരയൊക്കെ താഴോട്ടൊക്കെ തെറിച്ചൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം യൂസ് ചെയ്യാതെ നമ്മൾ താഴോട്ട് കൊണ്ടുവച്ച അമ്മയുടെ നല്ലത് കിട്ടും. കാരണം പഞ്ചസാരയൊക്കെ അങ്ങനെ കളയുന്നതിന്. അതുകൊണ്ട് ഞാനത് നല്ല വൃത്തിക്ക് തേച്ച് മുഖത്തെല്ലാം ആക്കുന്നുണ്ട്. എൻ്റെ ഡ്രസ്സിലും കുറേ വീണു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫുൾ ഉറുമ്പായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല വൃത്തിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ആ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് നമ്മുടെ മുഖത്ത് പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ പഞ്ചസാര സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാപ്പിപ്പൊടി കോഫി പൗഡറും വേണമെങ്കിൽ വേറൊരു തക്കാളി വെച്ചിട്ട് അതിലും നമുക്ക് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് വരുന്ന ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഞാനിവിടെ വേറൊരു പാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു കോഫി പൗഡർ ഇവിടെ ഇപ്പോൾ സ്ക്രബിനായിട്ട് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാത്രം യൂസ് ചെയ്യാം. അതൊരു വൈറ്റനിങ് പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാനിത് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ്സ് അങ്ങനെ നന്നായിട്ട് മുഖത്ത് ഇതാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളിയും പിന്നെ ഒക്കെ ഒരു പരുവം അത്ര നല്ല രീതിക്ക് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കഴുകി കളയണം. പക്ഷേ സോപ്പ് അങ്ങനെ ഉള്ളതൊന്നും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യരുത്. എന്തെങ്കിലും പാക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സോപ്പൊന്നും യൂസ് ചെയ്യരുത്. അങ്ങനെ ഞാനിതിപ്പം നന്നായിട്ട് നമുക്കിനി വേണമെങ്കിൽ കൈവച്ചും കൂടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വേണമെങ്കിൽ ഇത് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ തക്കാളി വെച്ച് ചെയ്തുകൊണ്ടൊന്നും വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് വന്ന് കണ്ണിലൊക്കെ പഞ്ചസാര വീണ് എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് ഞാനതും സ്ക്രബ് ചെയ്ത് മുഖത്ത് ഇപ്പോഴും കുറച്ചും കൂടെ ഗ്ലോ കൂടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പാക്കാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ
ഒരു ബൗളെടുക്കുക. വീട്ടിൽ പൊടിപ്പിച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഇതിപ്പം നമ്മൾ വല്യമ്മയുടെ അടുത്തു നിന്ന് അവിടെ മഞ്ഞളൊക്കെ ഉണ്ട്, അത് പൊടിപ്പിച്ചതാണ്. പിന്നെ ഫ്രഷ് എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തൈര് യൂസ് ചെയ്യുന്നതിനേക്കാളും വീട്ടിൽ പാൽ മേടിച്ചിട്ട് ഉറയൊഴിച്ചിട്ട് എടുക്കുന്ന തൈരാണ് നല്ലത്. അങ്ങനെ ഇത് നമുക്കിപ്പം വേണമെങ്കിൽ വേറൊരു രീതി ചെയ്യാം. ഞാൻ നേരത്തെയൊക്കെ മഞ്ഞൾപ്പൊടിക്കകത്ത് പാലൊഴിച്ച് ചെയ്യുമായിരുന്നു. പിന്നെ അതിന് മുമ്പ് നമ്മുടെ കാപ്പിപ്പൊടിക്കകത്തായാലും പാലൊഴിച്ചിട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിന് കുറച്ചും കൂടെ ഇതുണ്ട്. ഈ മഞ്ഞൾപ്പൊടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ചെറുതായിട്ട് രോമങ്ങളൊക്കെ വരുവാണെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് കുറച്ചൊന്ന് കുറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ കാർഡ് എനിക്ക് തോന്നുന്നത് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് മുഖത്തിന്. ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് വരുന്ന ഡിഫറൻസ്, പക്ഷേ ആദ്യം നമുക്ക് തോന്നും മൊത്തത്തിൽ മഞ്ഞിച്ചിരിക്കും. അത് വേറൊന്നുമല്ല, നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയുടെയാണ്. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും മാറിയാണ്. ഇപ്പോൾ നമ്മൾ രാത്രിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രാവിലെ തന്നെ മാറും. ഞാൻ രാത്രിയിലായിരുന്നു കൂടുതലും. ഇന്നിപ്പം ഞാൻ നേരത്തെ ഞായറാഴ്ച വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് നേരത്തെ അങ്ങ് ചെയ്തതന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പരമാവധി നമ്മൾ സോപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഞാനിതെല്ലാം നമ്മുടെ കണ്ണിൻ്റെ മണ്ടയ്ക്ക് തേക്കാതിരിക്കുന്നതാണെന്ന് തോന്നുന്നു നല്ലത്. കാരണം ഇത് കഴുകുമ്പോൾ ചിലപ്പോൾ കണ്ണിനകത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ മണ്ടയ്ക്ക് തേക്കുന്നില്ല, നമ്മുടെ മുഖത്ത് ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനെടുത്തത് കുറച്ച് കൂടിപ്പോയി, അപ്പം അത്ര എടുക്കണ്ട. നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ള രീതിയിൽ ഫുള്ള് കവറായിട്ട്, നെക്കും കൂടെ കവറായിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ കുറച്ച് ഞാൻ ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട്, അതുപോലെ തന്നെ നമ്മൾ കഴുത്തിലും കൂടെ, നമ്മൾ എന്ത് ഫേസിൽ തേച്ചാലും അത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ രണ്ട് കളറായിരിക്കും. ഡിഫറൻസ് വരുന്നതിനെ നമുക്ക് ആ കളറിൻ്റെ വ്യത്യാസം മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ തേക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിൽ ഇത് ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ നോക്കുന്നത് വേറെ ആരെയല്ല, ചേട്ടനെയാണ്. അവിടെ നിന്ന് പാട്ടൊക്കെ പാടി എന്നെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുമായിരുന്നു. ഞാനിതെല്ലാം വലിയ കാര്യത്തെ കൂടെ പറഞ്ഞ് കഴിയുമ്പം ചേട്ടൻ വിചാരിച്ച് ഞാൻ വീഡിയോ ഓഫാക്കിയെന്ന്. ഇല്ല, ആ സ്റ്റൂലെടുത്തൊരു തലമണ്ടക്കിട്ട് അങ്ങനെ ഇതൊക്കെ വീട്ടിൽ സാധാരണയാണ്. ഞാൻ പറഞ്ഞത് ഈ മഞ്ഞൾപ്പൊടി ഇങ്ങനെ എത്ര നമ്മൾ സോപ്പ് യൂസ് ചെയ്യാതെ കഴുകുന്നതുകൊണ്ട് തന്നെ ആ മഞ്ഞൾപ്പൊടി നമ്മളിങ്ങനെ കഴുകി കഴിഞ്ഞാലും അത് മുഖത്ത് ഇങ്ങനെ കുറച്ച് നേരം നിൽക്കും. അതിന് ഞാനൊരു ടിഷ്യൂ എടുത്തിട്ട്, ഇത് ഫേഷ്യൽ ടിഷ്യൂ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് തുണി ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷേ തുണിയിലൊക്കെ മഞ്ഞ കളറായി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഫേഷ്യൽ ടിഷ്യൂ എടുക്കുന്നത്. അങ്ങനെ അതെല്ലാം എടുത്തപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് നന്നായിട്ട് മഞ്ഞിച്ചിരിക്കും. നമുക്ക് ആദ്യം വലിയ ഗ്ലോ ഒന്നും തോന്നത്തില്ല, പക്ഷെ പിന്നീട് തോന്നാറുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോസ് വാട്ടർ എടുക്കുന്നുണ്ട്, ഗുൽബാരിയുടെയാണ്. അങ്ങനെ ആ ഒരു റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ബോട്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ബോട്ടിലില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഫുൾ ഫേസിലാവും. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തേക്കുന്നതിനേക്കാളും സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് ഇതിനെ കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെക്കണമെന്ന് വെച്ചാൽ ഉണങ്ങണം. അങ്ങനെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കിനും എലമെൻസിൻ്റെ തന്നെ ഒരു ഫെയർനെസ് ക്രീം ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മുടെ മുഖത്തിലെ സെൽസൊക്കെ ഗ്രോത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഓൾ സ്കിൻ ടൈപ്പാണ്. ഇങ്ങനെ കൊച്ചു കുട്ടികൾക്ക് വരെ, എന്നെപ്പോലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ എന്നുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല. അങ്ങനെ കെമിക്കൽസൊന്നും അധികം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ എലമെൻസിൻ്റെ എല്ലാ പ്രോഡക്ട്സും. ഞാനും അമ്മയും അതാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം. പിന്നെ മാമ-എർത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഒന്നാണ്. അങ്ങനെ അത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിങ്ങനെ ചില ക്രീമുകൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വെയിറ്റ് അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒട്ടുന്ന ഫീലിങ്സൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്കിത് അങ്ങനെ തോന്നിയിട്ടില്ല. നല്ലൊരു കൂളിംഗ് എഫക്റ്റാണിത് തരുന്നത്. അങ്ങനെ നമുക്ക് തന്നെ അപ്പം തന്നെ നമുക്ക് മുഖത്ത് വരുന്നൊരു ചേഞ്ച് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ലിപ്പിനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും ചെയ്യേണ്ട. നമ്മൾ ഈ ലിപ് ബാം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പരമാവധി ആരും ലിപ് ബാം, ലിപ്സ്റ്റിക്കൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉരുക്കിയെടുക്കുന്ന നെയ്യിൽ അത് തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള ഡിഫറൻസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഇനി നമ്മൾ ഹെയർ കെയറിലോട്ടാണ് ചെയ്യാൻ പോകുന്നത്.
ഈ ഇലകളൊക്കെ നമുക്ക് വേണ്ടതാണ്. ചെമ്പരത്തി ഇലയുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില എടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ നവരരി, പിന്നെ പറയാൻ ഇച്ചിരി പാടാണ്, നവരരിയും പിന്നെ നമ്മുടെ എന്താണ് ഉലുവയും വെള്ളത്തിലിട്ടിട്ട് എടുക്കുന്നതാണ്. പക്ഷേ എനിക്ക് വെള്ളത്തിൽ ഇടാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ ഇത് പിന്നെ നമ്മുടെ തൈരും നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഈ നവരേരിയും പിന്നെ അതുപോലെ തന്നെ ഉലുവയും സോക്ക് ചെയ്ത് വെക്കണം. കുതിർത്ത് വെച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അരയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ തലേന്ന് കഴുകി കളയാൻ ഭയങ്കര പാടായിരുന്നു. തലേന്ന് രാത്രി ഇപ്പോൾ നമ്മൾ രാത്രിയിലാണ് ചെയ്യുന്നതെങ്കിൽ അന്ന് രാവിലെ നമ്മൾ അതൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി. എന്നിട്ട് ഇത് നമ്മൾ നല്ല വൃത്തിക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് എടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഡ്രസ്സിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തുണി ഇങ്ങനെ മണ്ടയ്ക്ക് വേണ്ടാത്തെന്തെങ്കിലും തുണി മണ്ടയ്ക്ക് ഇങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ ഡ്രസ്സിലും ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് തേച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ പോയി കുളിച്ചു. അങ്ങനെ ഇത് നമ്മൾ വെക്കേണ്ട ടൈം എന്ന് പറയുന്നത് ഞാനിപ്പോൾ വെച്ചത് മുക്കാൽ മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴുകി കളയുമ്പം എനിക്ക് വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിത് സോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇത് നന്നായിട്ട് അരയാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ ചീപ്പ് വെച്ചിട്ട് ചീകി കളയുമ്പോഴത്തേക്കിനും അത് സെറ്റാവും. എൻ്റെ ആ ഡ്രസ്സ് ഫുള്ളായിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഫുള്ള് ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തലയിലൊക്കെ വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ വെച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. 3/4 മണിക്കൂർ വെച്ചിട്ട് 1 മണിക്കൂർ വെക്കേണ്ടവർക്ക് 1 മണിക്കൂർ വെക്കാം. നമ്മൾ എത്രത്തോളം സമയം ഇത് ഉണ്ടെങ്കിലും അത് ഗുണം ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു 3/4 മണിക്കൂർ വെച്ചിട്ടാണ് ഞാൻ കഴുകി കളഞ്ഞത്. കാരണം ഇതിങ്ങനെ ദേഹത്തൊക്കെ ഇരിക്കുമ്പോൾ എന്തോ പോലുണ്ടായിരുന്നു. അതാണ് അല്ലെങ്കിൽ ഞാൻ 1 മണിക്കൂറൊക്കെ വെക്കുന്നതാണ്. പക്ഷേ ഇതിങ്ങനെ ദേഹത്തൊക്കെ പറ്റിയിരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എൻ്റെ ദേഹത്ത് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 3/4 മണിക്കൂർ ആയപ്പോഴത്തേക്കും കഴുകി കഴിഞ്ഞു. നിങ്ങൾ വെക്കുവാണെങ്കിൽ ഒരു 1 മണിക്കൂറിൽ കൂടുതൽ വെക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് അങ്ങ് കഴുകി കളഞ്ഞാൽ നമുക്കിതിൻ്റെ ആ ഒരു ഇതൊന്നും ഉപയോഗമൊന്നും കിട്ടില്ല. അങ്ങനെ കഴുകി ഞാൻ തലയൊക്കെ നനച്ച് ഇങ്ങനെയാണിത് മുടിയൊക്കെ ഉണക്കി ചെറുതായിട്ട് ഉണങ്ങിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ വലുതായിട്ട് ആക്കാനുള്ള മുടിയൊന്നും ഇല്ല. എൻ്റെ മുടിയെല്ലാം നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുഖത്ത് വന്ന ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മുടെ സ്കിൻ കെയറും ഹെയർ കെയർ വീഡിയോസും നിങ്ങൾക്ക് ഇതുപോലെ ഫോളോ ചെയ്യണമെന്ന് നിങ്ങളെന്തെങ്കിലും ഫേസ് പാക്കോ വല്ലതും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്കും കൂടെ അങ്ങനത്തെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാനാണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഈ ഹെയർ കെയർ ഇപ്പോൾ 1 മാസത്തിൽ 2 ദിവസമൊക്കെ ചെയ്യുന്നത് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. ബാക്കി എല്ലാ ആഴ്ചയിലും ഷാമ്പു ചെയ്യാറുണ്ട്. പിന്നെ എണ്ണ എല്ലാ ദിവസവും തലയിൽ മസാജ് ചെയ്ത് തേക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.